ഇപ്പോൾ മിഡ്ഗാർഡ് സർപ്പൻ്റ് തോറിനെ വിഴുങ്ങാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ അയൺമാൻ വന്ന് തോറിനെ രക്ഷിക്കുകയാണ്. അത് കണ്ടതും തോർ വളരെ ദേഷ്യത്തോടെ എന്തിനാണ് തന്നെ രക്ഷിച്ചതെന്നും തന്നെ ആ പാമ്പ് കഴിച്ചാൽ മാത്രമേ ആ പാമ്പ് ഇവിടുന്ന് തിരിച്ചു പോകുള്ളൂ എന്നും ഇതാണ് തൻ്റെ വിധിയെന്നും ഇതാണ് തൻ്റെ മുതുമുത്തച്ഛന്മാരും മറ്റുള്ളവരും തനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെന്നും അയൺമാനോട് പറയുകയാണ്. അന്നേരം തന്നെ അയൺമാൻ, നിൻ്റെ ഈ മരിച്ചുപോയ മുത്തച്ഛന്മാരൊക്കെ അവെഞ്ചേഴ്സിനെ പറ്റി നിനക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് തോറിനോട് ചോദിച്ചതും തോർ ഇല്ല എന്ന് മറുപടി പറയുകയാണ്. അപ്പോൾ തന്നെ അയൺമാൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു വിധി ഉണ്ടാക്കാമെന്ന് തോറിനോട് പറയുന്നു. അത് കേട്ട് തോറിൻ്റെ ദേഷ്യമൊക്കെ മാറുകയാണ്. അന്നേരം തന്നെ അയൺമാൻ, ഈ പാമ്പുമായി നമ്മൾ എത്ര ഫൈറ്റ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്നും ഇതിനെ തോൽപ്പിക്കാൻ നമുക്ക് ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ആലോചിച്ച് ചെയ്യാമെന്ന് തോറിനോട് പറയുകയാണ്. പക്ഷേ ഇതേ സമയം നമ്മുടെ അതിബുദ്ധിമാനായ ഡോക്ടർ ഡൂമണ്ണൻ വീണ് കിടന്നിടത്തു നിന്നും കോടാലിയും എടുത്ത് ആ പാമ്പിൻ്റെ മുതുകത്ത് ചാടി കയറിയിട്ട്, നിന്നെ ഞാൻ എൻ്റെ അടിമയാക്കുമടാ പാമ്പിൻ്റെ മോനെ എന്നും പറഞ്ഞ് ആ മിഡ്ഗാർഡ് സർപ്പൻറ്റിൻ്റെ മുതുകത്ത് ആഞ്ഞു വെട്ടുകയാണ്. ഇപ്പോൾ ആ കോടാലി കൊണ്ടുള്ള വെട്ട് കിട്ടിയതും ആ പാമ്പ് വളരെ വേദനയെടുത്ത് മുന്നിലുള്ള കെട്ടിടങ്ങളെല്ലാം തകർത്ത് മുന്നോട്ട് പായുകയാണ്. അത് കണ്ടതും അവെഞ്ചേഴ്സ്, എടാ വിവരം കേട്ട തെണ്ടി, മര്യാദയ്ക്ക് താഴോട്ട് ഇറങ്ങടാ എന്ന് ഡൂമിനോട് പറഞ്ഞതും, താൻ ഇറങ്ങില്ലടാ പരട്ടകളെ, ഈ പാമ്പിനെ അടിമയാക്കി ഈ ഭൂമിയെ താൻ കീഴടക്കുമെന്ന് ഡൂം അവരോട് പറയുകയാണ്. ഇതേ സമയം നമ്മുടെ അയൺമാൻ തോറിനോട് ആ ഉലിക്ക് ഭൂമിയിൽ എങ്ങനെയാണ് എത്തിയതെന്ന് ചോദിച്ചതും, പുള്ളിക്ക് ആസ്ഗാർഡിൻ്റെ അണ്ടർവേൾഡിലുള്ള ട്രോൾസിൽ പെട്ടവനായതുകൊണ്ട് പുള്ളിക്കാരന് അവിടെ നിന്നും ഭൂമിയിലേക്ക് ഒരു റിഫ്റ്റ് അഥവാ പോർട്ടൽ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് തോർ പറയുന്നു. അത് കേട്ടതും അയൺമാൻ ആ പോർട്ടൽ സിറ്റിയിൽ എവിടെയാണെന്ന് സ്കാൻ ചെയ്ത് നോക്കി കണ്ടുപിടിക്കുകയാണ്. പക്ഷെ അത് ക്ലോസ് ആയി കിടക്കുന്നതിനാൽ അത് ഓപ്പൺ ചെയ്യാൻ തോറിനോട് പറഞ്ഞതും തോർ തൻ്റെ ഇടിമിന്നൽ ഏൽപ്പിച്ച് ആ പോർട്ടൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ അയൺമാൻ ആ മിഡ്ഗാർഡ് സർപ്പൻറ്റിനെ തോൽപ്പിക്കാൻ മനസ്സിലൊരു വഴി തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതെന്താണെന്ന് തോറിനും മനസ്സിലാകുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ആ പാമ്പിനെ ഓടിച്ച് ഈ പോർട്ടലിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ആ പോർട്ടൽ ക്ലോസ് ചെയ്താൽ ആ പാമ്പിൻ്റെ ശല്യം ഇവിടെ അവസാനിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അവെഞ്ചേഴ്സ് ആ പാമ്പിനെ പോർട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. ആ പാമ്പ് ആ പോർട്ടലിൻ്റെ അടുത്ത് വന്ന് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. പക്ഷെ ഉടനെ തന്നെ നമ്മുടെ ഹൾക്ക് ചാടി വന്ന് ആ പാമ്പിൻ്റെ തലക്കിട്ട് ഒരു അടി കൊടുത്തതും അത് കുറച്ച് പുറകോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ബാക്കിയുള്ളവരും ആ പാമ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവസാനം നമ്മുടെ അവെഞ്ചേഴ്സ് ആ പാമ്പിനെ ആ പോർട്ടലിൻ്റെ ഉള്ളിൽ അഥവാ അണ്ടർവേൾഡിലേക്ക് കയറ്റുകയാണ്. ഇപ്പോൾ മിഡ്ഗാർഡ് സർപ്പൻ്റ് പോർട്ടലിൻ്റെ ഉള്ളിൽ കയറിയതും അപ്പോൾ തന്നെ തോർ ആ പോർട്ടൽ ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ മിഡ്ഗാർഡ് സർപ്പൻ്റെ ശല്യം അവിടെ തീർന്നിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഡൂമിൻ്റെ ശല്യം അവിടെ തീരുന്നു. കാരണം ഡോക്ടർ ഡൂം ആ പാമ്പിൻ്റെ മുതുകത്ത് നിന്നും ഇറങ്ങിയില്ലായിരുന്നു. അവെഞ്ചേഴ്സ് എത്ര പറഞ്ഞിട്ടും പുള്ളിക്കാരൻ ആ പാമ്പിൻ്റെ മുതുകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ പാമ്പിൻ്റെ കൂടെ പുള്ളിക്കാരനും അണ്ടർവേൾഡിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ മിഡ്ഗാർഡ് സർപ്പൻ്റെ ശല്യമെല്ലാം തീർത്ത് നമ്മുടെ തോറും അയൺമാനും ആ ഉലിക്കിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ ഉലിക്ക് തോർ ജീവനോടെ വന്നത് കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അത് കണ്ട് തോറിന് സന്തോഷമാകുന്നു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.